ഈ കശ്മീർ, ടോട്ടൽ കശ്മീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ നടക്കുന്ന ഏരിയകൾ 2-3 ഏരിയകൾ മാത്രമാണ്. അതിൽ ഈ അനന്ത്നാഗിലെ ഈ പഹൽഗാം ഏരിയയൊന്നും മുൻപ് അങ്ങനൊരു സാന്നിധ്യം അറിയപ്പെട്ട ഒരു സ്ഥലമേ അല്ല. ടൂറിസ്റ്റുകൾ നന്നായി വരികയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാട്. അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ വളരെ സാധുക്കളാണ്, വളരെ സ്വഭാവം കൊണ്ടും എല്ലാം അവർ വളരെ ആകർഷണീയരായ ഒരു ജനതയാണ്. ഇപ്പോൾ തന്നെ ആ സംഭവം ഉണ്ടായതിന് ശേഷം അവിടെ നിന്ന് വന്ന പലരും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ അവിടെ ഈ ഭീകരവാദികൾ വെടിവെക്കുമ്പോഴും സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിഥികളായ തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ പരിശ്രമിച്ച ആ സഹോദരനടക്കം അതിനുശേഷം ഈ സംഭവം ഉണ്ടായതിന് ശേഷം വളരെ ഹൃദയം പൊട്ടിക്കരയുന്ന പഹൽഗാമികളെ നമ്മൾ കണ്ടു. ഈ ബാക്കിയായ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എന്തും സമർപ്പിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പഹൽഗാമികളെ കണ്ടു. അതാണ് ശരിക്കും പഹൽഗാമിൻ്റെ സത്ത. അതാണ് അവർക്ക് നല്ല സ്നേഹം നൽകാൻ പറ്റുന്ന ആളുകളാണ്. ജീവിതം വളരെ പ്രയാസകരമാണ്. കാരണം കൊടും തണുപ്പ് വരുന്നൊരു പ്രദേശമാണത്. മൈനസിലാണ് പലപ്പോഴും. വിൻ്റർ സീസണിൽ പകൽ തന്നെ മൈനസാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ജീവിക്കാൻ മീൻസ് വസ്ത്രങ്ങൾ ഒരു 4-5 തരം വസ്ത്രങ്ങൾ അണിഞ്ഞെങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തർക്കും വേണം. ഒരു വീട്ടിൽ 5 ആളുകളാണെങ്കിൽ 5 പേർക്കും അത്തരം വസ്ത്രങ്ങൾ വാങ്ങണം. പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് -14, -15, -20 വരെ പോകുന്ന സമയങ്ങളുണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ പുതയ്ക്കാൻ റസായി, കമ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലുള്ള സാധനങ്ങൾ അതിങ്ങനെ മുകളിൽ വീണ്ടും വീണ്ടും പുതച്ചെങ്കിൽ ഇതൊക്കെ ശരിക്കും സാമ്പത്തിക ചിലവ് വരുന്ന സംഗതികളാണല്ലോ. പിന്നെ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ, വെള്ളം ചൂടായി കിട്ടണമെങ്കിൽ എത്ര ഫ്യൂവൽ അതിനാവശ്യമുണ്ട്. അതിന് ഗ്യാസ് ആണെങ്കിലും വേറെന്തെങ്കിലും ആണെങ്കിലും ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു വിഷമ അവസ്ഥയാണ്. അതിൻ്റെ ഇടയിലൂടെ അവരെങ്ങനെയെങ്കിലും ജീവിക്കുക എന്നതല്ലാതെ ഇത്തരം ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒരു ഭീകരവാദമോ അങ്ങനത്തെ ഒരു ചിന്തയോ ഒന്നും അവിടുത്തെ ആ നാട്ടുകാരായ ആളുകൾക്കൊന്നും ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു നാടാണ് പഹൽഗാം. പഹൽഗാമിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഞെട്ടലായിരുന്നു. അത് പഹൽഗാമികളെ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് തന്നെ ദീർഘമായിട്ട് പറയാനുണ്ടാവും. പഹൽഗാമികളെ പറ്റി പറയുന്ന പോലെ തന്നെ ഈ കാശ്മീരി ജനതയുടെ ഒരു ദേശീയ ബോധം എങ്ങനെയായിരിക്കും? അവരെ എങ്ങനെയാണ് കാശ്മീരി ജനതയെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? കാശ്മീർ ജനതയെ ഞാൻ 2005 മുതൽ 5-ലാണ് അവിടെ പോയ സ്ഥാപനം തുടങ്ങാനൊക്കെ തീരുമാനിച്ചതെങ്കിലും ആദ്യ സ്ഥാപനം ആരംഭിക്കുന്നത് 2007-ലാണ് ഏറ്റെടുത്തിട്ട് തുടങ്ങുന്നത്. 2007 മുതൽ ഇങ്ങോട്ടാണ് സ്ഥിരമായിട്ട് ഞാൻ അവരുമായി കൂടുതൽ ഇടപഴകുന്നത്. പക്ഷേ അവരുടെ ആ ഒരു ദേശീയ ബോധം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പഹൽഗാമിലെ സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞ പോലെ അവർക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല. ഇത് അവർ സമയമില്ലാത്തതുകൊണ്ടും അവർക്ക് വിവരവും ബോധവും ഒന്നും കുറവാണ് പലർക്കും. അങ്ങനെ തന്നെയാണ് ഈ ഗ്രാമങ്ങളിലെയൊക്കെ ജനതയ്ക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ദേശീയത അതൊന്നും അവർക്കറിയില്ല. അവരാ ദൈനംദിന ജീവിതം അങ്ങനെ ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രമേ. ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇന്ത്യ വിരുദ്ധതയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട് സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആളുകളെ രാഷ്ട്രീയമായിട്ട് കളിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ക്രിക്കറ്റ് മാച്ചൊക്കെ വരുന്ന സമയത്ത് 2 ചേരികളായിട്ട് പാകിസ്ഥാൻ്റെ ആളുകളായിട്ടും മറ്റൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ചില പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അത് കളിയിൽ അവസാനിക്കുന്നതുമാണ്. അതിനപ്പുറം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ആ ഇന്ത്യയോട് എന്തെങ്കിലും ഒരു വിരോധമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. പലപ്പോഴും ഈ കളിയിൽ ചെറുപ്പം മുതലേ അവർ ഒരു ആരാധ്യന്മാരുണ്ടാവുമല്ലോ. ഇപ്പോൾ മറ്റ് കളികളിലൊക്കെ ഇന്ത്യക്കാരല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ. ആ ഒരു കൺസെപ്റ്റേ അതിലുള്ളൂ. രാഷ്ട്രീയപരമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും ഞാൻ അവിടെ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ ഒറ്റപ്പെട്ട രൂപത്തിലൊക്കെ ചിലപ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധത സംസാരിക്കുന്നവരെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അത് നമ്മൾ ശരിക്കും അവരോട് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അവർ ശരിക്കും അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇന്ത്യ എന്നതൊരു
ഒരു കാശ്മീർ വിരുദ്ധമാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ, കാശ്മീരികളെ ദ്രോഹിക്കുന്ന ഒരു രീതിയാണ് എന്നോ, അല്ലെങ്കിൽ മതം വെച്ചുകൊണ്ട് മുസ്ലിംകൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഈ കാശ്മീരിന് പുറത്തേക്കുള്ള ഒരു വിവരവും ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കേരളത്തിലെ മുസ്ലിമീങ്ങളായിട്ട് അവിടെ പോയിട്ട് നല്ല മുസ്ലിങ്ങളായി ജീവിക്കുകയും ഇന്ത്യ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഈ തെറ്റിദ്ധരിച്ചു പോയ ആളുകളൊക്കെ പലപ്പോഴും അത്ഭുതത്തോടു കൂടി ഇന്ത്യയുടെ ഇങ്ങേയറ്റമായ കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഇത്ര ഉഷാറിൽ ജീവിക്കുന്നുണ്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട് ആ ചെറിയ ശതമാനം ആളുകൾക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ മൊത്തത്തിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളൊക്കെ ആകെ പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ നിലയ്ക്ക് ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയുള്ളൊരു വികാരം ഉണ്ടായിട്ടുള്ള ഒരു വിരുദ്ധത ചിലപ്പോഴൊക്കെ ചിലർ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് തിരുത്തി കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇത്ര സ്വതന്ത്രമായി അവിടെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, വർക്ക് ചെയ്യുന്നു, ഒരു വേള കശ്മീരി മുസ്ലിംസ് ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെ നമുക്ക് പ്രവർത്തിക്കാനും മുന്നേറാനും സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ബോധ്യപ്പെട്ടിട്ട് തിരുത്തി ശരിയായി വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മൊത്തത്തിൽ അവിടുത്തെ ജനങ്ങളിലൊരു ഇന്ത്യ വിരുദ്ധതയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഘടനവാദമോ ഒന്നും നമ്മൾ കാണാറില്ല, കണ്ടിട്ടുമില്ല. ചില വിഘടനവാദ സംഘടനകളുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന ടീമുകൾ തന്നെയാണ്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ വളരെ പരിമിതമായ ആളുകളിൽ ഒതുങ്ങുന്ന വിഘടനവാദ സംഘടനകളാണ്. അവരുടെ നേതാക്കൾ പലപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട്, ഹൗസ് അറസ്റ്റ് ചെയ്യാറുണ്ട്. പല രീതിയിലും അവരെ ഗവൺമെൻറ് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. ഞാൻ പബ്ലിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വികാരം, ദേശീയമായൊരു വികാരം അവരുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ശരി. സ്ഥാപനത്തിൽ പലപ്പോഴും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിനാഘോഷങ്ങളൊക്കെ നടക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ്, വൈറലാവുന്നതാണ്. ഇത്തരം ആഘോഷങ്ങളൊക്കെ നടത്തുമ്പം ഇപ്പം കാശ്മീർ പോലെയുള്ളൊരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ഇത്രയും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടും വിരുദ്ധവാദികളിൽ നിന്നിട്ട് എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങൾക്കെതിരെ എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് ഇല്ല. അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തിലൊക്കെ ഭയന്നിരുന്നൊരു കാര്യം കൂടിയാണ് അതൊക്കെ. പ്രത്യേകിച്ച് ഈ ബോർഡർ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലടക്കം നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുകയും ഓരോ വർഷവും വരുന്നതാണല്ലോ സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ. അത് നമ്മൾക്ക് നമ്മുടെ ഇപ്പം നമ്മൾ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ഏത് രൂപത്തിലാണ് നടത്തേണ്ടതെന്നുള്ള രൂപത്തിൽ സർക്കുലറുകളും പുതിയ പദ്ധതികളും ഒക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് അയച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ ഇത് നടത്തുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വേണ്ടിയിട്ട് കുട്ടികൾ അവരെ റാലി നടത്തിക്കുക, അവരെ കൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായി പോകുമോ എന്നൊരു ഭയം അന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളിത് ഭയന്ന് നിൽക്കേണ്ട കാര്യമല്ലല്ലോ. ഇന്ത്യയുടെ ഭൂമിയാണെങ്കിൽ, ഇന്ത്യയുടെ പൗരന്മാരാണ് ആ മക്കളെങ്കിൽ അവരെ ആ ദേശീയത പഠിപ്പിക്കണം, അവരെ ഇന്ത്യയോടും ഇന്ത്യയുടെ ആധികാരിക സംഗതികളോടും അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കണം. ഇത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ പിന്നെ അതിനെ ഭയന്ന് നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണട്ടെ, സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കും. നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ നമ്മൾ തുടക്ക സമയം മുതലേ ഇത്തരം നമ്മുടെ ദേശീയ ആഘോഷങ്ങളെ ഒന്നും നമ്മൾ മാറ്റിവെച്ചിട്ടില്ല, എല്ലാം കൃത്യമായി നടത്തും. പക്ഷെ അതിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടും നല്ല പങ്കാളിത്തവുമാണ് നമ്മൾ അന്ന് മുതലേ ഫീൽ ചെയ്തത്. അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഇവരിൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളിലൊരു ഇന്ത്യ വിരുദ്ധതയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട സംഗതി തന്നെയാണ്. അങ്ങനെ ഇല്ലയെന്നൊന്നുമില്ല. കാരണം ഇന്ത്യ വിരുദ്ധരായി ചിന്തിക്കുന്ന മറ്റു മിലിറ്റൻസ് പോലെയുള്ള ആളുകളും അവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യം എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ഇത്രയും ഒരു ഇന്ത്യൻ ദേശീയ സ്വഭാവം ഉയർത്തിക്കൊണ്ടുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്കത് അത്ര തൃപ്തികരമായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം എന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടും കൂടിയാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ എന്തോ ഇന്ന് വരെയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടായിട്ടില്ല.